കാടുകളെക്കുറിച്ച് അറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ കാടിൻ്റെ അനുഭവങ്ങളെ, കാടിൻ്റെ ചലനങ്ങളെ, കാടിൻ്റെ നിശബ്ദതയെ, കാടിൻ്റെ സ്വഭാവത്തെ, കാട്ടുമൃഗങ്ങളെ, അതിൻ്റെ വെറൈറ്റീസിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മാൻ ഓടുന്നത് പോലല്ല സിംഹം ഓടുന്നേ, അതുപോലല്ല കുതിര ഓടുന്നേ, അതുപോലല്ല പാമ്പിഴയുന്നത്. ഓരോന്നിനും ഓരോ വ്യത്യസ്തമാണ്. എന്നാൽ കാട്ടിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വേട്ടക്കാരനെ സംബന്ധിച്ച്, അവൻ മാനിനെ പിടിക്കാൻ പോകുമ്പോൾ പാമ്പിനെ കണ്ട് തിരിഞ്ഞോടാറില്ല, അതിനെ ഡീൽ ചെയ്യും. കാരണം ആൾക്കറിയാം കാട്ടിൽ ചെന്ന പാമ്പും കാണുമെന്ന്. കാട്ടിൽ മാന് മാത്രം താമസിക്കുന്ന സ്ഥലമല്ല എന്നറിയാം. അവിടെ ചെല്ലുമ്പം മാനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ സിംഹത്തെ കണ്ടാൽ ആ മനുഷ്യൻ അവിടുന്ന് ഓടുന്നില്ല, അതിൻ്റെ പിടി പറ്റാത്ത രീതിയിൽ മറയുന്നു. ആ മനുഷ്യൻ അവിടുന്ന് ചെല്ലുമ്പോൾ ആനയെ കണ്ടാൽ ആ മനുഷ്യൻ അവിടുന്ന് അയ്യോ വലിയ ജന്തു എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടുന്നില്ല, അതിനെയും താൻ തരണം ചെയ്യുന്നു. ഇത് കാടുമായി ബന്ധപ്പെട്ട ഒരു അറിവാണ്. ഇത് കാടുമായിട്ട് ഇടപഴകി ജീവിച്ച ഒരു മനുഷ്യൻ്റെ ബോധ്യമാണ്. ഞാൻ കാട്ടിലേക്ക് ചെല്ലുമ്പം മാനിനെ മാത്രമല്ല ആദ്യം കാണുന്നത്. ആദ്യം മാനിനെ കാണണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ എന്നാൽ പെട്ടെന്ന് വേട്ടയാടി പിടിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ട് മാനിനെ പിടിക്കാൻ പാടില്ല അതോർത്തോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അവിടെ ചെല്ലുമ്പോൾ പാമ്പിനെയാണ് ആദ്യം കാണുന്നതെങ്കിൽ അയ്യോ പാമ്പെന്ന് പറഞ്ഞ് ഓടുന്നവൻ ഒരു വേട്ടക്കാരനല്ല, അവനൊരു നല്ല യോദ്ധാവല്ല. അങ്ങനെയാണെങ്കിൽ ഇനി വേട്ടക്കാരനിൽ നിന്ന് ഞാനൊരു യോദ്ധാവിലേക്ക് വരാം. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നൊരു മനുഷ്യൻ, യുദ്ധസന്നദ്ധനായ ആയുധധാരിയായി ഇറങ്ങുന്നൊരു മനുഷ്യൻ, എപ്പോഴും ശത്രുവിനെ കീഴ്പ്പെടുത്തി ഞാൻ ജയിക്കണം എന്ന ആഗ്രഹമാണ് എല്ലാ യോദ്ധാവിനും ഉള്ളത്. അത് എതിർദിശയിൽ നിൽക്കുന്ന ആൾക്കും അങ്ങനെ തന്നെ, അനുകൂല പക്ഷത്ത് നിൽക്കുന്ന ആൾക്കും അങ്ങനെ തന്നെ. രണ്ടു കൂട്ടർക്കും ജയിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്നത്. പക്ഷേ ഒരിക്കലും ഒരസ്ത്രം പോലും എനിക്ക് നേരെ വരത്തില്ല, ചെന്ന ഉടനെ ഞാൻ അവനെ അമ്പെയ്ത് വീഴ്ത്തും എന്ന ധാരണയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അയാൾ എടുക്കുന്നത് അമ്പല്ലെങ്കിൽ, ആദ്യം അയാൾ എടുക്കുന്നത് കുന്തമാണെങ്കിൽ അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് കുന്തം എടുത്തില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ യുദ്ധക്കളം വിട്ട് ഓടത്തില്ല. അങ്ങനെയാണെങ്കിൽ, ഓടുന്നവനാണെങ്കിൽ അയ്യോ അവൻ്റെ കയ്യിലുള്ളതുപോലെ ഒരു ആയുധം എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്നവനാണെങ്കിൽ അവൻ യോദ്ധാവല്ല, അവൻ യുദ്ധത്തിന് കൊള്ളത്തില്ല. അപ്പോൾ ഒരു യുദ്ധമുഖത്താണെങ്കിലും, ഒരു കാടിൻ്റെ അനുഭവത്തിലാണെങ്കിലും, ഒരു മരുഭൂമിയുടെ അനുഭവത്തിലാണെങ്കിലും ഒരു വ്യക്തിക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവന് സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കവിഞ്ഞൊരു ദൈവിക അഭിഷേകം വേണം. സഭയുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് ഒരു മനുഷ്യനൊരു പരിധിവരെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പ്രയർ സപ്പോർട്ടുകളും മറ്റ് സപ്പോർട്ടുകളും ഒക്കെ കൊണ്ടൊരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഞാൻ കരുതുന്നു സഭയുടെ സപ്പോർട്ടും, സഭയുടെ പ്രയർ സപ്പോർട്ടും, സഭയും നാടുമായിട്ടുള്ള കണക്ഷനും എല്ലാം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഇടപെടൽ കാരണം, നിരോധനാജ്ഞ കാരണം, നാട് കടത്തപ്പെട്ട യോഹന്നാനെ സംബന്ധിച്ച് ഇതെല്ലാം നഷ്ടപ്പെട്ട ഏകനായി, നിന്ദ്യനായി, പരദേശിയായി ആ മനുഷ്യൻ പത്മോസിൻ്റെ അനുഭവത്തിലേക്ക് ചുവടിറങ്ങി വന്നപ്പോൾ ഞാൻ ചുവടെ ചേർത്ത സഭയുടെ സപ്പോർട്ടോ, പ്രയർ സപ്പോർട്ടോ, ഫൈനാൻഷ്യൽ സപ്പോർട്ടോ, മെൻറ്റർഷിപ്പോ ഒന്നും ആ മനുഷ്യനുണ്ടായിരുന്നില്ല. എന്നിട്ടും ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ, പാറമടകളിൽ ആ മനുഷ്യൻ ജോലി ചെയ്ത് വേണ്ടത്ര ഭക്ഷണമില്ലാതെ വയറസ്ഥിയോടുകൂടെ ഒട്ടിയ സന്ദർഭത്തിലും ആ മനുഷ്യൻ പിടിച്ചു നിന്നു എന്നുണ്ടെങ്കിൽ നമ്മളാരും കരുതുന്നത് പോലെ രാജ്യങ്ങളെ പിടിക്കുന്ന അഭിഷേകമെന്ന് പറയാൻ നമുക്ക് പറ്റാത്ത, തീ പറപ്പിക്കുന്ന അഭിഷേകമെന്ന് പറയാൻ പറ്റാത്ത, നുകത്തെ തകർക്കുന്ന അഭിഷേകമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത, കാലുകുത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്ന ഒരു അഭിഷേകം എന്ന് പറയാൻ പറ്റാത്ത മറ്റൊരഭിഷേകം ആ ടൈമിൽ യോഹന്നാൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ?
ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറയാം, വാ തുറക്കുമ്പോൾ തീ പറക്കും പറയാം. പക്ഷെ പത്മോസിലെ യോഹന്നാനെ സംബന്ധിച്ച് ഈ പറയുന്ന അഭിഷേകമൊന്നും നമുക്ക് അദ്ദേഹത്തോട് ആ ഒരു ചിത്രത്തിന് ചേരുന്നതല്ല. ഇപ്പം തീ ഇറങ്ങും, ഇപ്പം ഗ്ലോറി ഇറങ്ങും, ഇപ്പം ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ഇപ്പം ദഹിപ്പിക്കും, ഏലിയാവ് ചെയ്ത പോലെ. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സഭയുടെ പ്രയർ സപ്പോർട്ടില്ല, സഭയുമായി ബന്ധമില്ല, വേണ്ടത്ര ഭക്ഷണമില്ല, ആൾ നിരായുധനാണ്, ആൾ നിരാലംബനാണ്, ആരെ ആശ്രയിക്കാനില്ല, ഇനി എന്തോ ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നടക്കുന്നൊരു യോഹന്നാനെ പോലെ ഒത്തിരി അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെന്ന് പ്രവചനം കേട്ട, ഒത്തിരി ദൈവത്തിന് വേണ്ടി കണ്ടിരിക്കുകയാണെന്ന് പ്രവചനം കേട്ട, ഒത്തിരി ദൈവാത്മാവ് യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് പ്രവചനം കേട്ട, ദൈവം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കുമെന്ന് പ്രവചനം കേട്ട, ഭയങ്കരമായി ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് പ്രവചനം കേട്ട, അസാധാരണമായി ഉപയോഗിക്കപ്പെടുമെന്നും ഉന്നത നിലവാരത്തിൽ ജീവിക്കുമെന്നും ഉയരങ്ങളിൽ വാഹനമേറി ഓടുമാറാക്കുമെന്നുമൊക്കെ പ്രവചനം കേട്ട ആരൊക്കെയോ ഇതൊന്നും നടക്കാത്തൊരനുഭവത്തിൽ, പത്മോസിന്റെ ഒരു ഏകാന്തതയിൽ സഭയുമായിട്ടുള്ള ബന്ധം പോലും കട്ടായി, ചില മനുഷ്യരുടെ ഇടപെടൽ കാരണം സഭയുമായിട്ടുള്ള ബന്ധം പോലും കട്ടായി, വ്യക്തികളുമായിട്ടുള്ള ബന്ധം പോലും കട്ടായി, എല്ലാ സപ്പോർട്ടും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പത്മോസിലിറങ്ങിയ യോഹന്നാനെ പോലെ വേലയ്ക്കോ ഒരു കുറവുമില്ല, എന്നാൽ കൂലിയുമില്ല, ഭക്ഷണവുമില്ലാത്ത നിലയിൽ വല്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ചില യോഹന്നാന്മാർ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ഇടപെടുകയാണ്. ദൈവം നിന്നെ കണ്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. ദൈവം നിനക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ആലോചന കൈമാറുന്നത്. ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. നിങ്ങൾ കേട്ട പ്രവചന ശബ്ദങ്ങൾ വെറുതെയാകത്തില്ല, നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങൾ വെറുതെയാകത്തില്ല. അഭിഷേകമുണ്ടെങ്കിൽ എന്താ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പത്മോസിന്റെ അനുഭവത്തിൽ മറ്റാരും കാണാത്തൊരു വെളിപ്പാടോടുകൂടി ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ദൈവം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പത്മോസിന്റെ അനുഭവത്തിൽ മറ്റാരും കാണാത്ത ചില വെളിപ്പാടുകളോടെ, മറ്റാർക്കും തിരിഞ്ഞു കിട്ടാത്ത ചില വ്യാഖ്യാനങ്ങളോടെ, മറ്റാർക്കുമില്ലാത്ത ഒരു ബോധ്യത്തോടെ, മറ്റാർക്കുമില്ലാത്ത ഒരു അഭിഷേകത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പുതിയ ചില കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റാരും കയറിപ്പോയിട്ടില്ലാത്തൊരു പ്രത്യേക മണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് ഇതിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ടൈം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ഞു പെയ്യുന്ന നാടാകണമെന്നില്ല. അത് കഴുകന്മാർ ശവശരീരങ്ങളെ കൊത്തിവലിക്കുന്ന പത്മോസായ മതി. ആർക്കും കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം, മഞ്ഞു പൊഴിയുന്ന നാട്ടിൽ ഇവിടെ കയറി വരിക എന്ന ഒരു ശബ്ദം കേട്ടാൽ നല്ല സുഖമാണ്. എന്നാൽ ഭക്ഷണം കിട്ടാതെ ചത്ത് വീണ് കിടക്കുന്ന പത്മോസിന്റെ താഴ്വരയിൽ കഴുകന്മാർ പറന്നിറങ്ങി വന്ന് കാക്കകൾ പറന്നിറങ്ങി വന്ന് ശവശരീരങ്ങൾ കൊത്തിവലിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദൈവശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അഭിഷേകമുള്ളവൻ എവിടെ ഉണ്ടോ, അത് ഏത് പ്രതലമാണോ, ഏതവസ്ഥയാണോ, അവിടെ ആരുടെ ശബ്ദം മുടങ്ങിയാലും ദൈവശബ്ദം മുടങ്ങത്തില്ല. അവിടെ ദൈവശബ്ദം, ആരുടെ സഹായം വിഡ്രോ ചെയ്താലും, ആരുടെ സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്താലും, ആര് തന്നുകൊണ്ടിരുന്നത് സ്റ്റോപ്പ് ചെയ്താലും, ആര് ഏൽപ്പിച്ചത് സ്റ്റോപ്പ് ചെയ്താലും തമ്പുരാൻ്റെ കരം വിഡ്രോ ചെയ്യത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാനിത് ആരോടോ ദൈവാത്മാവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞു പെയ്യുന്ന നാട്ടിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഡോർ തുറക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആമേൻ പറയാൻ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ പത്മോസിന്റെ ഏകാന്തതയിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. പത്മോസിന്റെ ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ, നിശബ്ദതയുടെ അനുഭവങ്ങളിൽ ദൈവം നിന്നെ യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, പത്മോസോ അത് വല്ലാത്ത പ്രശ്നം പിടിച്ച സ്ഥലമല്ലേ, വല്ലാത്തൊരു താഴ്വരയല്ലേ, ഭീതിപ്പെടുത്തുന്ന അനുഭവമല്ലേ, അയ്യോ അത് കഷ്ടതയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ആർക്കും കിട്ടാത്തൊരു മഹാഭാഗ്യം എന്താണെന്നറിയാമോ? ദൈവത്തിൽ നിന്നൊരു ശബ്ദം കിട്ടി, ഇവിടെ കയറി വരിക. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം പഠിക്കും. ഇവിടെ കയറി വരിക, 3-4 വായിക്കണം. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം താൻ കേട്ടു എങ്കിൽ അത് തൻ്റെ മേൽ ദൈവം പകർന്നൊരു പ്രത്യേക അഭിഷേകത്തിൻ്റെ ക്യാരക്ടറാണ്. ഇന്ന് വിവിധ പ്രാർത്ഥനകളിലൂടെ, ആരാധനകളിലൂടെ, ദൈവവുമായിട്ടുള്ള അസോസിയേഷനിലൂടെ നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആക്ട് ചെയ്യാനുള്ള പവറുണ്ട്. അഭിഷേകം എന്ന് പറയുമ്പോൾ അത് തീ പറപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. അത് കഷ്ടതയ്ക്കകത്ത് സഫറിങ്സ് ചെയ്യാൻ വേണ്ടി,
പല സഫോക്കേഷനും നമുക്ക് ജയിക്കാൻ വേണ്ടി ഉള്ള ഒരു ടൂളും കൂടെയാണ് ദൈവത്തിൻ്റെ അഭിഷേകം. ആരെ ഉന്തിത്തള്ളിയിടാൻ വേണ്ടി മാത്രമുള്ളതല്ല ദൈവത്തിൻ്റെ അഭിഷേകം. നമുക്ക് പലതിനകത്തും പിടിച്ചു നിൽക്കാൻ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അഭിഷേകം. അതുകൊണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേലിരിക്കുന്നു. അഭിഷേകം നിങ്ങൾ ഉപദേശിച്ചു തരും. വേറെ ആരും നമ്മളോട് സംസാരിക്കേണ്ട കാര്യമില്ല. അത് അനോയിൻറ്റിങ്ങിൻ്റെ ഒരു ക്യാരക്ടറാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് വളരെ ഡീപ്പായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ സമയം തന്നെ ആരെയൊക്കെയോ ഹോളി സ്പിരിറ്റ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. ആ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കത്തുന്നു. ആരുടെയോ ലൈഫിലേക്ക് ഇറങ്ങിയാണ് ഈ മെസ്സേജ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാക്യം പോലും വായിച്ചിട്ടില്ല, പക്ഷേ ഈ പ്രാരംഭ സമയം തന്നെ അതുപോലത്തെ ദൈവാത്മാവിൻ്റെ ഒഴുക്ക് എനിക്കറിയാം. ഈ ഒഴുക്ക് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അത് മെല്ലെ ഒഴുകുന്നെങ്കിലും ശക്തമായിട്ടാണ് ഒഴുകുന്നത്. മെല്ലെ ഒഴുകുന്നെങ്കിൽ ആ ഒഴുക്കിനൊരു അടിയൊഴുക്കുണ്ട്. മെല്ലെ ഒഴുകുന്നെങ്കിൽ ഒഴുക്കിന് നല്ല അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ എവിടെയോ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കുന്ന ചില ദുഃഖങ്ങൾ, ചില ബ്ലോക്കുകൾ, ചില ഗാർബേജുകൾ, ചില മാലിന്യങ്ങളെയൊക്കെ ഇങ്ങനെ തള്ളി ചില ചിന്തകൾ കൊണ്ടുള്ള മാലിന്യങ്ങൾ, സംശയങ്ങൾ കൊണ്ടുള്ള മാലിന്യങ്ങൾ, മടുപ്പ് കൊണ്ടുള്ള മാലിന്യങ്ങളെ തള്ളി എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള അടിയൊഴുക്കുകളാണ് ഈ മെസ്സേജിനകത്തുകൂടെ ആത്മാവിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ കേട്ട ദൈവശബ്ദം പാഴല്ലേ? നിങ്ങൾ കേട്ട പ്രവചനം കള്ളമല്ലേ? നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ലേ എന്നൊക്കെ നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന അഭിഷേകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അഭിഷേകത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെക്കുറിച്ച് നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന വ്യക്തി ദാവീദാണല്ലേ. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എലീശയാണ്. എലീശയെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് എലീശ. എലീശയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏലിയാവിനെയാണ് നമുക്ക് വേഗം ചിന്ത വരുന്നത്. കാരണം ഏലിയാവിൻ്റെ ശിഷ്യനാണ് എലീശ. എലീശ മാത്രമല്ല ശിഷ്യനായിട്ടുണ്ടായിരുന്നത്. അനേക പ്രൊഫറ്റുമാർ ശിഷ്യന്മാരായിട്ട് ഏലിയാവിനുണ്ടായിരുന്നു. എങ്കിലും ഒരാദ്യ ജാതൻ എന്നുള്ളൊരു പേര് എലീശയ്ക്ക് കിട്ടി. കാരണം എലീശായ്ക്കയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഞാൻ വേഗം നിർത്തും കേട്ടോ, ഡബിൾ പോർഷൻ വേണം എന്നുള്ളതാ. എനിക്ക് ഇരട്ടി പങ്ക് അഭിഷേകം വേണമെന്നുള്ളതാ. ഇരട്ടി പങ്ക് അഭിഷേകം. ഈ ഇരട്ടി പങ്ക് എന്ന് പറയുന്നത് ആദ്യജാതനുള്ളതാ, ആദ്യം വന്ന കുഞ്ഞിനുള്ളതാ. എന്നാൽ പലരെയും മറികടന്ന് ഏലിയാവിന് വേറെ ശിഷ്യന്മാരുണ്ടായിരിക്കെ പലരെയും മറികടന്ന് എലീശാവിൻ്റെ മേൽ അങ്ങനൊരു പുതപ്പ് വീഴണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക നിലവാരത്തിൽ ദൈവം സെലക്ട് ചെയ്ത ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ്, ഒരു ചൂസൺ പേഴ്സൺ ആയതുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു ചൂസി ആയിരിക്കും. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് നമ്മൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യും. ഏറ്റവും നല്ലത് നോക്കിയെടുക്കും. പുള്ളിയും കുത്തും കരപ്പിനും ഒന്നും ഇല്ലാത്ത നല്ലത് നോക്കി ചൂസ് ചെയ്യും. കർത്താവ് അങ്ങനെ എന്നെ ചൂസ് ചെയ്തെങ്കിൽ ഞാൻ സെലക്റ്റഡ് ആകത്തില്ലായിരുന്നു. പക്ഷെ എന്നെ ചൂസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്നിൽ കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് തമ്പുരാന് വ്യക്തതയോടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ. നിങ്ങളെ ചൂസ് ചെയ്ത് എന്തിന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നെ വിളിച്ച വിളി എന്താ, ഇദ്ദേഹത്തെ വിളിക്കാത്തയും ചിന്തിക്കുന്നുണ്ടായിരിക്കും. തമ്പുരാൻ അതിൻ്റെ പിന്നിലൊക്കെ വ്യക്തമായ കാരണമുണ്ട്. ഇനിമേ നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് പറയാനുള്ള സമയമില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. ബാലിനു മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം വരുന്നത് ആരെയാന്ന് ചോദിച്ചാൽ, മുഴങ്കാൽ മടങ്ങാത്ത, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കുന്ന ശേഷിയുള്ള ഒരു മനുഷ്യനെ
ദൈവം ശേഷിപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള ശേഷിപ്പുകളുടെ മേലാണ് അഭിഷേകം വരുന്നത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾ പറയുന്നു, എനിക്ക് അതിന് ശേഷിയില്ലല്ലോ ബ്രദറെ, എനിക്കതിന് വേണ്ടത്ര കഴിവില്ലല്ലോ ബ്രദറെ, എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലല്ലോ ബ്രദറെ എന്ന് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ പറയുന്നു, ആരുടെയൊക്കെയോ മുഴങ്കാൽ ആരുടെയൊക്കെയോ മുമ്പിൽ മടങ്ങുന്നു, ആരുടെയൊക്കെയോ വായി ആരെയൊക്കെയോ ചുംബനം ചെയ്യുന്നു, ആരെയൊക്കെയോ അവരുടെ സുഹൃത്താക്കി വെക്കാനും, ആരെയൊക്കെയോ അവരുടെ പ്രിയപ്പെട്ടതാക്കി വെക്കാനും, ആരോടൊക്കെയോ അവർക്ക് പിണങ്ങാൻ വയ്യാത്തത് കൊണ്ടും പലരും പലരെ പ്രസാദപ്പെടുത്തി ജീവിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായി ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, ഇങ്ങനെയൊന്നും അല്ലല്ലോ ശരിയായി ജീവിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന, ഇതൊക്കെ ദൈവത്തിന് പോലും നിരക്കാത്ത ജീവിതമാണല്ലോ എന്ന് ചിന്തിക്കുന്ന, ബാലിന് മടങ്ങാത്ത മുഴങ്കാലുള്ള അവനെ ചുംബനം ചെയ്യാത്ത വായുള്ള 7000 പേരുടെ കൂടെ നിങ്ങളൊരു വ്യക്തിയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, ആ വ്യക്തിയാകുന്ന നിങ്ങളെയാണ് ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ ചെയ്യാൻ പറ്റും? ഞാൻ ആമേൻ പറയുകയാണ്. കാരണം അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ അഭിഷേകം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പകരും. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശായെ കണ്ടെത്തി. സാഫാത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ, സാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ എലീശായെ കണ്ടെത്തി. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വേറെ ഒരു പണിയും കിട്ടാത്തോണ്ട് ഒരു ബൈബിളും എടുത്തിറങ്ങി, വേറെ ഒരു ജോലിയും ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇതാവുമ്പോൾ സുഖമാണല്ലോ, പറയുന്ന ആശാന്മാരൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം, സുഖമാണല്ലോ. അങ്ങനെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുന്ന പുസ്തകമല്ല ഈ പുസ്തകമെന്ന് ഞാൻ ചലഞ്ച് ചെയ്ത് പറയും. അങ്ങനെ നീ എടുത്തോണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മാസം തികയ്ക്കുകയില്ല. അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുസ്തകമല്ല ഇത്. പണമൊക്കെ വരും, ആവശ്യമുള്ളതിനേക്കാൾ അപ്പുറം അപ്പാ തരും. കാരണം അമർത്തി കുലുക്കി തരൂന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പക്ഷെ വിശ്വസ്തയോടെ നിൽക്കണം. വയറ്റിപ്പിഴപ്പിന് എടുത്തോണ്ട് ഇറങ്ങുമ്പോഴല്ലത്. പുറമേ നിന്ന് നോക്കുന്ന ഒരു മനുഷ്യന് ഇതൊക്കെ ആർക്കും നടക്കുന്ന കേസാ. ഒരു മുറി അന്യഭാഷയും ഒരു പുസ്തകവും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറയാനുള്ള കഴിവുണ്ടെങ്കിൽ നടക്കുന്നു. പറയുന്ന ആശാന്മാരൊന്ന് ഇറങ്ങി നോക്കണം. ഷാഫാത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഒരു പണിയില്ലാത്ത മകനല്ലേ, അവിടുത്തെ ഏറ്റവും വലിയ ധനികനാണ് സാഫാത്ത് ഏറ്റവും വലിയ ധനികനാണ്. അപ്പൊ സാഫാത്തിന്റെ മകൻ ദരിദ്രനാകില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സാഫാത്ത് ഏറ്റവും നല്ല പൊസിഷനിൽ ജീവിച്ച, ഏറ്റവും നല്ല സമ്പന്നനായി ജീവിച്ച, നല്ല കൃഷി ചെയ്ത് ജീവിച്ച, നല്ല പാടങ്ങളുള്ള, വസ്തുവകകളുള്ള, കാളകളുള്ള, ഒട്ടകങ്ങളുള്ള, അങ്ങനെ എന്തൊക്കെയാണോ ഒരു സമ്പന്നൻ അന്നത്തെ കാലത്തുള്ളത് അതുപോലെ ജീവിച്ച ഏറ്റവും ധനികനാകുന്ന ഒരു മനുഷ്യനാണ് സഫാത്തിന്റെ മകനാണ് എലീശ. അപ്പൊ പിന്നെ ഞാൻ ഇനി പറയണ്ട, അപ്പൊ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഏലിയാവിന്റെ പുറകെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അങ്ങനെ ഒത്തിരി സമ്പന്നമായ കുടുംബത്തിൽ നിന്നായിരിക്കാം താങ്കളെ ദൈവം വിളിച്ചത്. ഒരു മീഡിയം ഫാമിലിയിൽ നിന്നായിരിക്കാം ദൈവം വിളിച്ചത്. ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്നായിരിക്കാം ദൈവം വിളിച്ചത്. എന്നെ വളരെ 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 സാധാരണമാകുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് കർത്താവ് വിളിച്ചത്. വളരെ 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 സാധാരണമാകുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് കർത്താവ് എന്നെ വിളിച്ചത്. അപ്പോൾ ദൈവം സമ്പന്നനെ തേടി വിളിക്കുന്ന ദൈവം എന്ന് പറയാനൊക്കത്തില്ല. ഒരു ഈ മീഡിയം ഫാമിലി നോക്കി നടന്നിട്ട് അതിനിടയിൽ നിന്ന് ഒരു ചൂസി ആയിട്ട് ഒരുത്തനെ വിളിക്കുന്ന ദൈവം എന്ന് പറയാനൊക്കത്തില്ല. ഏറ്റവും ദരിദ്രനാകുന്ന ഒരുത്തനെ വിളിക്കുന്നവനാണെന്ന് പറയാനൊക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവം പദവികൾ നോക്കിയല്ല വിളിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം തമ്പുരാൻ ആരെയൊക്കെയോ അങ്ങ് ഇഷ്ടമാണ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെ എല്ലാം ദൈവത്തിന് അങ്ങ് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം നമ്മുടെ മേലൊരു കോളിംഗ് കിടക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഇരിക്കുന്നത്. ആരൊക്കെയോ സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്നു, ആരൊക്കെയോ തിയേറ്ററിൽ ഇരിക്കുന്നു, ആരൊക്കെയോ ബീച്ചിലിരിക്കുന്നു, ആരൊക്കെയോ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ ആരെക്കുറിച്ചോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ വെറുതെയോ സ്ക്രോളിക്കൊണ്ടും കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇന്ന് ഈ ചാനലിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, you are a chosen person and you have a calling. കാരണം വിളി കിടക്കുന്നവന് വെറുതെ ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഷാഫാത്തിന്റെ മകനെ വിളിച്ചപ്പോൾ ആ മകൻ എന്താ ചെയ്തോണ്ടിരുന്നെന്ന് നോക്കിക്കേ. അദ്ദേഹം ലോൺ എടുക്കാൻ ബാങ്കിന്റെ മുമ്പിൽ നിൽക്കുകയല്ലായിരുന്നെന്ന്. അവൻ 12 ഏർക്കാള പൂട്ടി ഉഴുവിച്ചുകൊണ്ടിരുന്നു. പറമ്പുണ്ട്, കൃഷിയാ,
12 ഏർക്കാള പൂട്ടി ഉഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. അപ്പം നന്നായിട്ട് പണിയെടുക്കുന്നൊരു സ്വഭാവം ഏലീശായിക്കുണ്ടായിരുന്നു. നന്നായിട്ട് ജോലി ചെയ്യുന്നൊരു സ്വഭാവം. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നു നിങ്ങൾക്ക് എന്നെ കണ്ടാൽ പറയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ജോലി ചെയ്യും. അത്യാവശ്യം എല്ലാ ജോലിയും എനിക്ക് അറിയുകയും ചെയ്യാം. ഹല്ലേലൂയ. അത്യാവശ്യം എല്ലാ ജോലിയും എനിക്ക് അറിയുകയും ചെയ്യാം ദൈവകൃപയാൽ. വളരെ ചെറുപ്പത്തിലെ ദൈവം ഇനി എന്നെ അയക്കാൻ ഒരു ജോലി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലിയേക്കാളും ഒരു വൈറ്റ് കോളർ ജോബ് വരെയും ചെയ്യാനുള്ളൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. ഇന്നും ഞാൻ വൈറ്റ് കോളർ ജോബിൽ തന്നെ ഇരിക്കുന്നത്. ഏറ്റവും നല്ല ജോബിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ ജോലിയും എന്നെ ആരും അങ്ങനെ മാറ്റി നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മെയിൻ കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലെങ്കിലും അത്യാവശ്യം നിന്ന് പിഴയ്ക്കും. അതൊരു കൃപയാ. എത്ര പേർക്കുണ്ട് അതിന് ആമേൻ പറയാൻ? ആരോഗ്യം എന്നെ കണ്ണു തുറച്ച് നോക്കുന്നു. ഈ മനുഷ്യനെ വീട്ടിലെ പൈപ്പ് മാറ്റാനൊന്ന് വിളിക്കാമെന്ന് സമയമില്ല, യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാള പൂട്ടി ഉഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടു. ഈ തമ്പുരാൻ അടുത്തു വരുന്നതൊന്ന് അറിയണം. ഈ ഉഴിവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മൊസൈക്കിലല്ല ഉഴിയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രാനൈറ്റിലല്ല ഉഴുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ടൈലിട്ട തറയിലല്ല, ലോണിലല്ല ഉഴുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ചെളിക്കകത്ത. അവൻ്റെ അടുത്ത് ചെന്ന് പുതപ്പിടണമെന്നുണ്ടെങ്കിൽ ഏലിയാവ് ഇറങ്ങി, ആ കണ്ടത്തിലേക്ക് ഇറങ്ങിയാണ് പോയത്. ഈ ദൈവമക്കളും തിരിച്ചറിയണം, തമ്പുരാൻ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ കാലുമേ കാലിട്ടിരിക്കുമ്പോഴോ അല്ലാതെ നമ്മൾ ഏറ്റവും നല്ല സെറ്റപ്പിൽ ജീവിക്കുമ്പോഴോ ആകണമെന്നില്ല. തമ്പുരാൻ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മുടെ അത് തന്നെ. ഏലീശായെ ഏത് ഘട്ടത്തിൽ മീറ്റ് ചെയ്തോ, ഏലിയാവ് ഏത് ഘട്ടത്തിൽ മീറ്റ് ചെയ്തോ ആ ഘട്ടത്തിലേക്ക് ഇറങ്ങി വരാൻ. പോസ്റ്റ്മാൻ ഏലീശായിക്ക് ഒരു ലെറ്റർ കൊണ്ടുവന്നു. പോസ്റ്റ്മാൻ കരയിൽ നിന്നിട്ട് പറയാം, ഹലോ നിങ്ങൾക്കൊരു പോസ്റ്റുണ്ട്. അല്ലാതെ പോസ്റ്റ്മാൻ ചാടി അങ്ങോട്ട് പാൻറ്റൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് ചാടി ആ കണ്ടത്തിലേക്ക് ഇറങ്ങി ചെളിയിലൂടെ നടന്ന് സാറിനൊരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഇല്ല, ഹലോ നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ട്, ഇങ്ങ് വന്നേ, സൈൻ ചെയ്ത് മേടിച്ചേ കൊടുക്കും. പക്ഷേ ഏലിയാവ് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. പക്ഷെ ഉഴുതുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കണം. എലീശായെ കണ്ടെത്തി അവൻ ഉഴുവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനു കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്നു എന്നാണ് പറയുന്നത്. ഏലിയാവ് അവൻ്റെ അരികെ ചെന്നു. അവൻ ഏലിയാവിൻ്റെ അരികെ വന്നതല്ല. ലിസൺ മീ. ഞാൻ കർത്താവ് എവിടെ, യേശു എവിടെ, ദൈവം എവിടെ, സത്യം എവിടെ എന്ന് തേടിപ്പോയതല്ല. സത്യം എൻ്റെ അടുത്ത് വന്നതാ. ഞാൻ ഭൂമി കഷ്ടത അനുഭവിക്കുന്നു, അതുകൊണ്ട് യേശുവിനെ ഒന്ന് ഇങ്ങോട്ട് അയക്കണമെന്ന് ഞാൻ അങ്ങോട്ടേക്ക് മെയിൽ അയച്ചപ്പോൾ കർത്താവിനെ അയച്ചതല്ല, എനിക്ക് ആവശ്യമുണ്ടെന്നറിഞ്ഞ് എൻ്റെ അടുത്ത് അയച്ചതാ. ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ വന്നതല്ല, നിങ്ങളെ ദൈവം കൊണ്ടുവന്നതാ. ഇന്നത്തെ ആലോചന ഇവിടെ പ്രീ പ്ലാൻഡ് അല്ല. ഇത് ദൈവാത്മാവ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്നറിഞ്ഞ് സംസാരിക്കുന്നു, നമുക്ക് ആവശ്യമെന്നറിഞ്ഞ് സംസാരിക്കുന്നതാ. അപ്പൊ അവൻ്റെ അരികെ ചെന്നു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ചെളിയുടെ അനുഭവത്തിൽ, പൊടിയുടെ അനുഭവത്തിൽ, ദുർഗന്ധത്തിന്റെ അനുഭവത്തിൽ, നാറ്റം വെച്ച അനുഭവത്തിൽ, ആരും അടുത്തു വരാൻ ഇഷ്ടപ്പെടാത്ത അനുഭവത്തിൽ, കരയിൽ നിന്ന് എല്ലാവരും നീ പെടുന്ന പാടും, നീ വിയർപ്പൊഴുക്കുന്നതും നീ കരയുന്നതുമൊക്കെ കരയിൽ നിന്ന് നോക്കി അടുത്തു വന്നാൽ ആശ്വസിപ്പിക്കാമെന്ന് പറയുകയും അടുത്തു വന്നാൽ ചുംബനം ചെയ്യാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ എൻ്റെ ദൈവം നിന്റെ വരവിന് കാത്തു നിൽക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം ഞാൻ എവിടെയോ ആ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമാ. വിളി അങ്ങനെയാണ്. താൻ ചെയ്ത കാര്യത്തിനകത്ത് കമ്മിറ്റഡ് ആയിട്ട് വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവിന് ഈ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്നു, തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, അങ്ങനെ വളരെ ഒരു കഠിനമാകുന്ന വേലയുടെ മധ്യത്തിൽ വിളി വീണ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഒത്തിരി വല്ലാത്ത അനുഭവങ്ങളിൽ സ്ട്രഗിൾ ചെയ്തപ്പോൾ ദൈവ വിളി വീണ ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഒത്തിരി പൊസിഷനിൽ നിന്ന സമയത്ത് ദൈവ വിളി വീണ ചിലർ ഇതിനകത്തുണ്ട്. ജോലിയും നാടും വീടും ഉപേക്ഷിച്ച് നീ ഇന്നടത്തേക്ക് വരിക എന്ന് ദൈവശബ്ദം കേട്ടിട്ടിറങ്ങിയവർ, ഇന്നെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇന്നൊന്നുമില്ലാതെ ജീവിക്കുന്നവരും
ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കുക, എല്ലാം കൈവിട്ടു പോയി കാണും. ബന്ധങ്ങൾ കൈവിട്ടു പോയി, സ്വന്തം കൈവിട്ടു പോയി, സമ്പത്ത്, ജോലി, വരുമാനം എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ നിന്നെ പുതപ്പിച്ചൊരു പുതപ്പ് നിന്റെ മേൽ കിടപ്പുണ്ടെന്നും അതാരും അപഹരിക്കാൻ അനുവദിക്കാത്തതാണെന്നും അതാർക്കും കൈകൊണ്ട് തൊടാൻ പറ്റാത്തൊരു പുതപ്പാണ് നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്നതെന്നും ഉറപ്പുണ്ടെങ്കിൽ കുഞ്ഞേ, ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഈ പുതപ്പ് വീണ മനുഷ്യൻ പഴയ നിയമത്തിൽ ചെയ്ത അത്ഭുതം പോലെ ഏലിയാവ് പോലും ചെയ്തിട്ടില്ല. ഏലിയാവ് പോലും ചെയ്തിട്ടില്ല. ഗുരു പോലും ശിഷ്യൻ ചെയ്ത അത്ര അത്ഭുതം ചെയ്തിട്ടില്ല. അത് ആ പുതപ്പിന്റെ പ്രത്യേകതയാണ്. അത് അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പ്രത്യേകതയാണ്. അവൻ കാളയെ വിട്ടു. ഒന്ന്, ദൈവവിളി പൂർണ്ണമായിട്ട് ഏലീശാവ് ഏറ്റെടുത്തു. അതാണ് ആ ഏലിയാശാവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവവിളി പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. നമുക്ക് ദൈവവിളി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവവിളി പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൻ കാളയെ വിട്ടു എന്ന് പറയുന്നത്. മക്കളെ, നമ്മുടെയൊക്കെ മേൽ അഭിഷേകമുണ്ട്, വിളിയുണ്ട്. പക്ഷെ നമ്മൾ വിട്ടു എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ അമർത്തി പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉണ്ടെന്നല്ല, പക്ഷെ ചിന്തിക്കണം. എനിക്കേ പറ്റത്തുള്ളൂ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ, നിങ്ങൾക്കേ പറ്റത്തുള്ളൂ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അതൊന്നൊരു പ്രവചനത്തിലൂടെ അങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ അവൻ കാളയെ വിട്ടു. പത്രോസിനെ വിളിച്ചപ്പോൾ വള്ളവും വലയും വിട്ടു. യോഹന്നാനെ വിളിച്ചപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു. ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ അതിൽ ചിലർ ആരൊക്കെയോ വള്ളവും വലയും നാളെ വേണ്ടി വന്നാലോ എന്ന് പറഞ്ഞ് അടിയിലേക്ക് ഒതുക്കി വെച്ചു. അതുകൊണ്ടാണ് യേശു പോയപ്പോൾ തിബരിയാസിന്റെ കടൽക്കരയിൽ അവർ വള്ളവും വലയും എടുത്തോണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയത്. പക്ഷേ ഏലീശ അങ്ങനെ ഒരു പണി ചെയ്തില്ല. വിട്ടു എന്ന് പറയുന്ന കാളയെ വിട്ടു. തീർന്നില്ല. കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക. സുഹൃത്തെ, എന്നോർക്ക. ദൈവം എന്താ നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചത് ഓർക്കണം. ദൈവം എന്താ നിങ്ങളോട് പറഞ്ഞത് ഓർക്കണം. ദൈവം എന്താ നിങ്ങളുടെ മേൽ പകർന്നത് ഓർക്കണം. ദൈവം എവിടെ വെച്ചാ നിങ്ങൾക്കൊരു ദർശനം തന്നത് ഓർക്കണം. ദൈവം എന്താ നിങ്ങളോട് അന്ന് പറഞ്ഞത് ഓർക്കണം. ദൈവം എന്താ നിങ്ങളെക്കുറിച്ച് കാണുന്നത് ഓർക്കണം. പ്രാപിച്ച് പുതപ്പിട്ടിട്ട് പിന്നെ ഏലിയാവ് അവിടെ നിന്നില്ല. പിന്നെ ഇനി ഡിസിഷൻ എടുക്കേണ്ടത് ഏലീശയാണ്. ചിലര് നമ്മൾ ഇങ്ങനെ മെരുക്കി തടകി കൊണ്ടു നടന്ന വരും. അതല്ല ശുശ്രൂഷ. ശുശ്രൂഷ നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കി ദർശനം പ്രാപിച്ച് ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. പുതപ്പിട്ടിട്ട് പിന്നെ ഏലീശ എങ്ങനെ ഏലിയാവ് കൈയും കെട്ടി നിന്നില്ല. ഇനി ഇവൻ എന്ത് ചെയ്യും? അടുത്തൊരു പ്രവചനം പറയൂ ഏലിയാവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. മോനെ, നീ മറ്റുള്ളവന്റെ വാക്കിനനുസരിച്ച് ചെണ്ട കൊട്ടുന്നവനാകും. പറയൂ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിച്ച് പറയൂ. അടുത്തത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ച് പറയൂ. എനിക്ക് എന്നാണ് ഇനി അടുത്ത സംഭവം വരുന്നത്? എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മറ്റുള്ളവരുടെ വാക്കിന് നമ്മൾ ആണോ ദൈവം അങ്ങനെ പറഞ്ഞു, ഓ ശരി, എന്നാൽ പിന്നെ ഞാനിപ്പോൾ അത് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായ ആയുസ്സിലൊരു ദർശനം പ്രാപിക്കാനോ ആയുസ്സിലൊരു ഡിസിഷൻ എടുക്കാനോ പറ്റത്തില്ല. നമുക്ക് ചായ കുടിക്കണമെങ്കിൽ ഞാൻ പോയി ഒരു ചായ എടുത്ത് കുടിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം അത് ശീലിച്ച് വന്നതാണ്. അതൊക്കെ പൊട്ടിപ്പോണം. പുതപ്പിട്ടിട്ട് ഏലിയാവിനെ പിന്നെ ആ ഭാഗത്ത് കാണാനില്ല. കാരണം ഏലീശ ഞാൻ വാക്യമാണ് വായിച്ചത് കേട്ടോ. ഏലീശ ഓടി കാളയെ വിട്ടു. അവൻ കാളയെ വിട്ടു ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്ന് പറയണമെങ്കിൽ നടന്നെത്താൻ പറ്റാത്ത ദൂരത്തിൽ ഏലിയാവ് എത്തി. പുതപ്പിട്ടു, ഇറങ്ങിപ്പോയി. ഈ പുതപ്പിട്ടത് കാളയെ കുളിപ്പിച്ചിട്ട് തുടച്ചു കൊടുക്കാനല്ലാന്ന് ഏലീശാവിന് മനസ്സിലായത് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം നിന്റെ മേലിട്ടത്, ദൈവം നിന്റെ മേലൊരു കൃപ പകർന്നത്, അത് എന്തിനാണെന്ന് നീ തിരിച്ചറിയും എന്നുള്ളതാ ദൈവത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷ. ദൈവം നിങ്ങളെ വിളിച്ച വിളി നിങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതാ ദൈവത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഏലീശ ഓടി ഏലിയാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി, പക്ഷെ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിക്കാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയാവ് പറയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക. ഒരു
എക്സ്പ്ലനേഷൻ അതിനകത്തില്ല. പുതപ്പിട്ടപ്പോഴേ മനസ്സിലായി ഇതാരുടെ മേലും വീഴാത്തതും ഇതാരും ചെയ്യാത്തതുമാകുന്ന ഒരു കാര്യമാകുന്നു പുതപ്പ് കൊണ്ട് പുതയ്ക്കുക, കവറിങ്. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ പുതച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ പുറകെ ഉണ്ടോ? ഇത് ദൈവത്തിന്റെ ഗ്ലോറിക്കകത്ത് എന്നെ കവർ ചെയ്തിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ തൊട്ടു പിന്നാലെ ഞാൻ ഉണ്ടോ? അതോ ഞാൻ ഓടിയാൽ പോലും എത്താത്ത നിലയിൽ ദൈവം മുമ്പിലെത്തിയോ? ഞാൻ ഏറ്റവും പുറകിലാണോ? ഞാൻ ചിന്തകൾ കൊണ്ട് പുറകിലാണോ? തീരുമാനങ്ങൾ കൊണ്ട് പുറകിലാണോ? ദർശനങ്ങൾ കൊണ്ട് പുറകിലാണോ? എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഞാൻ പുറകിലാണോ? ഞാൻ തന്നെ എനിക്ക് വെച്ച ചില അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ അത് ഏത് പ്രവാചകൻ വിചാരിച്ചാലും പൊട്ടത്തില്ല. നിങ്ങൾക്ക് അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കാനുള്ള ബാധ്യത നിനക്കാണ്. കാളയെ വിട്ടിട്ട് ഓടേണ്ടത് ഏലീശായാണ്. കാളയെ വിട്ടിട്ട് ഓടി വരൂ എന്ന് പറയേണ്ടത് ഏലിയാവല്ല. പുതപ്പ് പുതച്ച് കളഞ്ഞാൽ കാളയെ വിടേണ്ടത് ഏലീശയാണ്. പുതപ്പ് പുതച്ച് കഴിഞ്ഞാൽ കാളയെ വിടൂ എന്ന് പറയുകയല്ല. പുതപ്പ് പുതച്ച് കഴിഞ്ഞാൽ കാളയെ വിടേണ്ടതും ഈ നടന്നു പോകുന്ന ഏലിയാവിന്റെ പുറകെ പിൻഗമിക്കേണ്ടതും ഏലീശയാണ്. ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വെച്ച അതിർത്തി വരമ്പുകൾ പൊട്ടിക്കുക. നിങ്ങളുടെ ചിന്തയിൽ അതിർവരമ്പുകൾ പൊട്ടട്ടെ. നിങ്ങളുടെ ചിന്തയിൽ അതിർവരമ്പുകൾ പൊട്ടട്ടെ. രണ്ടാമത്തെ കാര്യം, എലീശാവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത, പുതപ്പ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറിക്കിടന്ന് ഉറങ്ങരുത്. ചിലരിത് വീണ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം അപ്പൊ കർത്താവ് ചെയ്യും. പുതപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കീഴിൽ കിടന്ന് ഉറങ്ങല്ല. ഹല്ലേലൂയ. ആത്മീയമാകുന്ന ആത്മീയ ഉറക്കം വർദ്ധിക്കുന്നിടത്താണ് സാത്താൻ അഗ്രസീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരും ഉറങ്ങിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാത്താൻ അഗ്രസീവായി പ്രവർത്തിക്കുന്നത് ആത്മീയമായി ഏറ്റവും നന്നായിട്ട് ഉറങ്ങുന്നവരുടെ ജീവിതത്തിലാണ്. നമ്മൾ CCTVയും വെച്ച് പ്രാപിച്ച പുതപ്പും കൊണ്ട് സുഖമായി ഉറങ്ങുമ്പോൾ കള്ളൻ CCTVയിൽ വന്ന് ഒരു തംസപ്പും കാണിച്ച് അവൻ വീട്ടിൽ കയറി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പുറത്തിറങ്ങും. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത്. കാരണം ഇവിടെ മീറ്റിംഗ് നടക്കുക, ഇവിടെ ആരാധന നടക്കുക, ഇവിടെ വർഷിപ്പ് നടക്കുക, ഇവിടെ അന്യഭാഷയിലെ പ്രാർത്ഥന നടക്കുക, ഇവിടെ വചനധ്യാനം നടക്കുക, ഇവിടെ ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നടക്കുക. പക്ഷേ എന്നെ കൊണ്ട് വയ്യ, ഞാൻ പ്രാപിച്ചതും കൊണ്ട് ഉറങ്ങട്ടെ. നമ്മൾ CCTVയും വെച്ച് പ്രാപിച്ച പുതപ്പും കൊണ്ട് ക്ഷീണം മാറിയിട്ട് എഴുന്നേറ്റ് കൈയടിക്കുക എന്ന് പറഞ്ഞിരിക്കും. കള്ളൻ CCTVയിൽ വന്നൊരു സംസപ്പും കാണിച്ച് വീട്ടിൽ കയറി ചെയ്യേണ്ടതും ചെയ്ത് പുറത്തിറങ്ങും. പിറ്റേ ദിവസം മുതൽ നമ്മൾ അതിൻ്റെ അലട്ടലുകൾ തുടങ്ങുന്നത്. അന്നേരം നമ്മൾ 10 അക്കമുള്ള നമ്പർ തപ്പും. എവിടെയെങ്കിലും പ്രവാചകന്മാരുണ്ട്, ഒരുത്തന്മാരും ഫോൺ എടുക്കുന്നില്ല. പുതപ്പ് പ്രാപിച്ചാൽ അത് ഉറങ്ങാനല്ല ഏലിയാവ് കൊണ്ട് പുതച്ചിട്ട് പോയത്. അത് വീണപ്പോഴേ ആൾക്കൊരു ദർശനം കിട്ടി. ഇത് ചെറിയ ദൗത്യമല്ല ഏൽപ്പിച്ചേക്കുന്നത്. 12 കാളയും പൂട്ടി അതിൻ്റെ കൂടെ ഒരു കാളയ്ക്ക് സമമായിട്ട് അദ്ദേഹവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൊണ്ട് പുതച്ചിട്ട് പോയെന്ന്. മറ്റത് കാളയെ പൂട്ടി ഒഴിവിച്ച് കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ അതിനെ കൊണ്ട് കുളിപ്പിച്ച് തൊഴുത്തിലും കെട്ടി ആൾക്ക് കിടന്ന് ഉറങ്ങാം. പക്ഷേ ഉറക്കം പോണ കേസാ കൊണ്ട് പുതച്ചിട്ട് പോയത്. ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് മൈക്ക് പിടിച്ചിരിക്കുമ്പോൾ നല്ല രസമാ. പക്ഷെ അങ്ങോട്ട് കളിക്കളത്തിലോട്ട് ഇറങ്ങി നോക്കണം. യുദ്ധം മനുഷ്യരുമായിട്ടല്ല എന്ന് മനസ്സിലാവും. വേറെ പണിയില്ലാത്തോണ്ടല്ല ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇതത്ര ഈസി ജോബ് അല്ല എന്ന് മനസ്സിലാവും. ഇത് കൃപയാൽ മാത്രം നടക്കുന്ന കാര്യമെന്ന് മനസ്സിലാവും. ആ മനുഷ്യൻ കാളയെ വിട്ടു, ഓടി, അമ്മയപ്പന്മാരെ കണ്ടു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പുതപ്പ് പ്രാപിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അത് ഉറങ്ങുകയല്ല. ആ പുതപ്പ് സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഏലീശായ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പുതപ്പ് പ്രാപിച്ചാൽ അത് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഏലീശായുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ചെയ്തേ? അച്ഛാ എൻ്റെ മേലൊന്ന് കൈവച്ച് അനുഗ്രഹിക്കണേ. അല്ല, അദ്ദേഹം ചോദിച്ചു, എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. നമുക്ക് ആത്മീയ ജീവിതത്തോട് ഭയങ്കര താല്പര്യമുണ്ട്. പ്രാർത്ഥനയോട് നമുക്ക് ഭയങ്കര വല്ലാത്തൊരു മനോഭാവമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചാലും കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ഒരു എനർജി, ഈ ഒരു താല്പര്യം കാത്തു സൂക്ഷിക്കണം എന്ന ഒരു ദൗത്യം നമ്മിൽ കിടക്കുന്നു.
നമ്മുടെ എല്ലാവരുടെ ലൈഫിന് എഗെയിൻസ്റ്റ് ആയിട്ട്, നമ്മുടെ എല്ലാവരുടെ സ്പിരിച്വൽ ലൈഫിന് എഗെയിൻസ്റ്റ് ആയിട്ട് എതിരിടുന്ന ഒരു ദുഷ്ടാത്മസേനയും കൂടെ വസിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ മേൽ അഭിഷേകമുണ്ട്, പ്രാർത്ഥനയുടെ സപ്പോർട്ടുകളുണ്ട്, നമുക്ക് ഭയങ്കര ദർശനമുണ്ട്, നമുക്ക് 5 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ട്, എല്ലാം നമുക്കുണ്ടെങ്കിലും അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ അതിനകത്ത് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. ശത്രു മറിഞ്ഞിരുന്ന് ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഏലീശായ്ക്ക് അറിയാമായിരുന്നു. എനിക്ക് ഏലിയാവിനെ പോലുള്ള ശുശ്രൂഷ നോ, അത് ഏലിയാവിൻ്റെ കാലത്ത് നടക്കും, ഇനി ഏലീശായുടെ കാലത്ത് നടക്കത്തില്ല. എനിക്ക് ആ പാസ്റ്ററെ പോലെ, എനിക്ക് ഈ ബ്രദറിനെ പോലെ, എനിക്ക് ആ അമ്മാമയെ പോലെ, അത് അവരുടെ കാലത്ത് അവരുടെ രീതിയിൽ നടക്കും. പക്ഷേ അത് എൻ്റെ കാലത്ത് നടക്കത്തില്ല. അവർ ഡീൽ ചെയ്യേണ്ടതല്ല, ഞാൻ ഡീൽ ചെയ്യണ്ടേ. അതുകൊണ്ട് ഏലിയാവിൻ്റെ ചോദ്യവും ഏലീശായുടെ മറുപടിയും രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം സമയത്തിന് മുമ്പോട്ട് പോയി, അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ അക്കരെ കടന്ന ശേഷം, എന്ന് വെച്ചാൽ അവർ അക്കരെ എന്ന് പറയുമ്പോൾ യോർദാൻ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട്, ഞാൻ നിങ്കൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്, നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നു തരാനല്ല ഏലീശ ചോദിച്ചത്, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ തരണം. കാരണം ഏലീശ ചെയ്യാനുള്ള ശുശ്രൂഷയും ഏലീശയുടെ മേൽ വീണ നിയോഗവും അത് ചെറുതല്ലെന്ന മനുഷ്യൻ മനസ്സിലാക്കിയപ്പോൾ ആദ്യം അദ്ദേഹം തീരുമാനിച്ചത്, ഞാൻ എവിടെ പോയി തീ ഇറക്കണമെന്നല്ല. ഏലിയാവ് അവിടെ പോയി തീ ഇറക്കിയില്ലേ, ഞാൻ ഇനി എവിടെ പോയി തീ ഇറക്കണം എന്നല്ല. ഏലിയാവ് യോർദാൻ മുറിച്ചില്ലേ, ഞാനും ഇനി യോർദാൻ മുറിക്കണമെന്നല്ല. ഏലിയാവ് മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ, ഞാനും മരിച്ചവരും, അതൊന്നും അല്ല. അദ്ദേഹം ആദ്യം ഡിസൈഡ് ചെയ്തത് പ്രാപിച്ചത് നഷ്ടപ്പെടരുത്. നിങ്ങൾക്ക് ഭൂതത്തെ അളക്കാൻ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാൻ ഇപ്പോൾ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് പുറത്തിറങ്ങി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് ആരെയും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങളിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൈവിക അഭിഷേകമുണ്ട്. ആരോ പറഞ്ഞു, അത് വേറെ പറ്റാതെ വെറുതെ ഇരിക്കും, അവർക്കൊന്നും വേറെ പണിയില്ലല്ലോ, ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ആ പറയുന്ന ആളുങ്ങ് വാ, ഞാൻ നിങ്ങളുടെ പണിയും കൂടെ ഞാൻ ചെയ്യാം, നിങ്ങൾ അതുപോലെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു തരണം. ഒരു പണിയില്ല, ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, ഇങ്ങ് വിദേശത്തുനിന്ന് പണം ഇങ്ങ് വരും. എൻ്റെ സഹോദര, വിദേശത്തുനിന്ന് പണം വരണമെങ്കിലും സ്വദേശത്തുനിന്ന് പണം വരണമെങ്കിലും തമ്പുരാൻ വാതിൽ തുറക്കണം. ആ വാക്കിനൊരു ആമേൻ പറയാൻ പറ്റുമോ? തമ്പുരാൻ വാതിൽ തുറക്കണം. കാരണം സമ്പത്തേ ദൈവമാണ് തരുന്നത്, അത് ദൈവം ഇച്ഛിക്കണം. എനിക്കതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പം സമയം പോകും. അപ്പം ചുമ്മാ വെറുതെ അവർക്ക് സമയമില്ലാത്തൊരു ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ചുമ്മാ ഇരുന്നിങ്ങനെ ജപിച്ച് വിട്ടാൽ മതിയല്ലോ. അങ്ങനെ ഒന്ന് ജപിച്ച് വിടാൻ, അങ്ങനെയൊക്കെ ചുമ്മാ ഇരുന്ന് പറയാൻ, അങ്ങനെയൊക്കെ ഇരുന്ന് ചുമ്മാ പ്രാർത്ഥിക്കാം. 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. പറ്റുമെങ്കിൽ പറയുക, പറ്റത്തില്ല. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ ആ ദുഃഖം പറയും. ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നറിയാവോ, എനിക്കൊരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പറയുന്നവരുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ എൻ്റെ വായിൽ വരുന്നേ. അത് ചുമ്മാ പ്രാർത്ഥിക്കാൻ പറ്റുന്നതല്ല, ചുമ്മാ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, ചുമ്മാ പ്രാർത്ഥിക്കാൻ പറ്റുകയുമില്ല, ചുമ്മാ പാടാൻ പറ്റുകയുമില്ല, ചുമ്മാ വചനം വായിക്കാൻ പറ്റുകയില്ല, ചുമ്മാ പ്രസംഗിക്കാൻ പറ്റുകയുമില്ല. സോ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ, എന്നെ കൊണ്ട് ഭൂതത്തെ ഇളക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് രോഗിയെ സൗഖ്യമാക്കാൻ പറ്റണില്ല, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണില്ല, എന്നെ കൊണ്ട് വീട് വെക്കാൻ പറ്റണില്ല, എന്നെ കാറ് മേടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കെല്ലാം പറ്റും. ഇപ്പോൾ നിങ്ങളെ ദൈവം ഒരു പ്രെയർ പീരീഡിനകത്താണ് ദൈവം നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു പ്രൊമോഷൻ വരുന്നത് വരെ നിങ്ങൾ നിലവിലുള്ള അഭിഷേകത്തെ കളയാതിരിക്കുക.
പ്രൊമോഷൻ ദൈവം തരുന്നത് നിലവിലുള്ള ജോലി വൃത്തിയായിട്ട് ചെയ്യുന്നവർക്കാണ്. കാളയെ പൂട്ടുന്ന കാര്യത്തിൽ ഏലീശ വൃത്തിയുള്ളവനായിരുന്നു, അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. അതിൽ അധ്വാനശീലമുള്ളവനും ഉറപ്പുള്ളവനും തഴക്കമുള്ളവനുമാണെന്ന് കണ്ടതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജോബിലേക്ക് പ്രൊമോട്ട് ചെയ്തത്. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ ജോലി ചെയ്ത് തെളിയിച്ചു കൊടുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയേ? നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആത്മാർപ്പണമുള്ളൊരു മനുഷ്യനായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടിയേ? അല്ലാതെ പണിയെടുക്കാതെ കള്ളപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും ആ കമ്പനിയിൽ പ്രൊമോഷൻ കൊടുത്തോ? ഉള്ള ഡിഗ്രേഡ് ചെയ്തേ ഉള്ളൂ. സെയിം തിങ്. അത് തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും അത് തന്നെയാണ്. ഞാൻ പണിയെടുക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ള വ്യക്തിയെ നമുക്ക് പോറ്റുന്നതിന് പരിമിതിയുണ്ട്. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് ദൈവം കൃപകൾ തന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ അഭിഷേകം തന്നിട്ടുണ്ട്. അതിനെ ഗാർഡ് ചെയ്യുക, അതിനെ സൂക്ഷിക്കുക. എലീശ ചെയ്ത ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യം പോയി യോർദാൻ പിരിക്കുകയല്ലായിരുന്നു. ആദ്യം ആ മനുഷ്യൻ ഡിമാൻഡ് ചെയ്തത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അത് ഒരു പ്രൊട്ടക്ഷനാണ്. പ്രാപിച്ചതിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ചോദിച്ചു. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ച്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, നീ ചോദിച്ചതൊക്കെ ഓക്കെ, നീ ചോദിച്ച കാര്യം ചെറുതൊന്നുമല്ല, നീ പിടിച്ചപ്പോൾ പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചു. പക്ഷെ ഒരു കാര്യം, നിനക്ക് വരുമൊക്കെ ചെയ്യും. ഞാൻ കർത്താവ് വിളിക്കുമ്പോൾ ഞാൻ പോകുന്ന സമയം വരെ നീ ഇപ്പോൾ ഈ ഫീൽഡിൽ ഉണ്ടാകുമെങ്കിൽ നിനക്ക് നീ ചോദിച്ച കാര്യം. പലരും ഫീൽഡിലില്ല. പലരും ദൈവസന്നിധി ഡിമാൻഡ് ചെയ്തിട്ടു, പേര് കൊടുത്തിട്ടു, പക്ഷെ പലരും അന്നത്തെ ഫീൽഡിലില്ല. ഏലിയാവ് പറഞ്ഞ എന്താ? നിനക്ക് വേണ്ടത് ആത്മാവിൻ്റെ ഇരട്ടി പങ്ക. ഓക്കെ, എനിക്ക് സമ്മതമാണ്. പക്ഷെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുമെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഉണ്ടാകുമെങ്കിൽ. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ ഇപ്പം നിങ്ങളുണ്ടോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എടുത്ത ഡിസിഷൻ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതോ നിങ്ങളത് മാറ്റിയോ? നിങ്ങൾ ദൈവവുമായിട്ട് അന്നത്തെ ദൈവസ്നേഹം, അന്നത്തെ സന്തോഷം, അന്നത്തെ ഒരു ഇതിന് നിങ്ങളെടുത്ത ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അന്നത്തെ ഒരു ആത്മീയ സന്തോഷം, അന്നത്തെ ഒരു ബലം, അന്നത്തെ ഒരു ഉണർവിൽ നിങ്ങളെടുത്തൊരു തീരുമാനം, ദൈവത്തിന് കൊടുത്ത ഒരു ദൈവസന്നിധിയിൽ ദൈവത്തിന് എന്ന വണ്ണം നിങ്ങളെടുത്ത ഒരു ഡിസിഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അഭിഷേകം, കവറിങ്, അതിൻ്റെ ഇൻക്രിമെൻറ്റുകൾ, പ്രൊമോഷൻസ്, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞാൻ അതുകൊണ്ട് പറഞ്ഞ, നിലവിൽ നമ്മൾ രാജ്യങ്ങളെ കീഴടക്കണമെന്നും നമുക്ക് ഭൂതത്തെ പിടിച്ച് കാൽ കീഴിലാക്കണമെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും, ഞാനടക്കമുള്ള എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ ഇതിന് കണ്ടിന്യൂറ്റിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നേ. കണ്ടിന്യൂറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് മനസ്സിന് ദുഃഖം വരുമ്പോൾ ഏതെങ്കിലും ഒരു ആശ്വാസ വചനം കേൾക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മുടെ കണ്ണിന് ഇമ്പം വരുന്ന ഏതെങ്കിലും ഒരു തലക്കെട്ട് കാണുമ്പോൾ ഒറ്റ കുത്തുകൊടുത്ത് അതിലിരുന്ന് കണ്ട് നമ്മളൊരു ആമേൻ പറയുന്നത് പോലത്തെ, അത് കണ്ടിന്യൂറ്റി അല്ല. അതിനെ കണ്ടിന്യൂറ്റി എന്ന് പറയത്തില്ല. ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ കാണുന്ന കടകളിൽ നിന്നെല്ലാം വെള്ളം വാങ്ങിച്ച് കുടിക്കത്തില്ല. എവിടെയോ പോകുമ്പോൾ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് നാക്ക് പറ്റുന്ന പോലെ തോന്നും. ഞാൻ ചിലപ്പോൾ ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചെന്നിരിക്കും എന്നും പറഞ്ഞ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കടകളിൽ നിന്ന് കയറി ജ്യൂസ് കുടിച്ചല്ല ഞാൻ പോണേ. എനിക്ക് ദാഹിക്കുമ്പോൾ കയറി ഞാൻ കുടിച്ചതാ. അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ഒരാശ്വാസ വചനം കേൾക്കാൻ വേണ്ടി നോ, ഒരു കണ്ടിന്യൂറ്റി. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. എലിയാവ് പറഞ്ഞു, മോനെ നിനക്ക് എന്തൊരു ദാഹമാണ്, എന്നാ ഇരിക്കട്ടെ, പിടിച്ചോ. കൊടുത്തില്ല. എലിയാവ് പറഞ്ഞു, മോനെ നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പക്ഷെ നിനക്ക് പ്രാപിക്കാൻ പറ്റായികയൊന്നുമില്ല. നിങ്ങളെ ശ്രദ്ധിക്കണം. മോനെ നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാ, പ്രാപിക്കാൻ പറ്റായികയൊന്നുമില്ല, പക്ഷേ നിനക്കൊരു തുടർച്ചയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നീ ദൈവകാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടർച്ചയുള്ളവനാണോ, അതോ അപ്പോഴപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. എങ്കിൽ നീ പ്രാപിച്ചത് നിന്നിലിരിക്കും, നീ ചോദിച്ചത് നിന്നിലിരിക്കും. അതാ വാക്കിൻ്റെ മീനിങ്.
നീ പ്രാപിച്ചത് നിന്നിലിരിക്കും, നീ ചോദിച്ചത് നിന്നിലിരിക്കും. അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മാറിപ്പോണുണ്ടെങ്കിൽ നമ്മൾ പ്രാപിച്ച കൃപകൾ, നമ്മൾ പ്രാപിച്ച സൗഖ്യം, നമ്മൾ പ്രാപിച്ചതെല്ലാം പല കാര്യങ്ങളും പലതും അത് സ്പിരിച്വൽ ആണെങ്കിലും അത് മെറ്റീരിയൽ തിങ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതൊന്നും നമ്മളിൽ നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്താണ് ഫോൾട്ട്, അത് ദൈവദാസന്റെ ഭാഗത്തല്ല. കാരണം ഏലിയാവ് പറഞ്ഞ വാക്കിനകത്ത് ഭയങ്കര ഡീപ്പായിട്ടുള്ള റെവലേഷനുണ്ട്, ഒരു ഡെപ്ത് ഉണ്ട്. കാരണം പറഞ്ഞു, മോനെ നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളത്, പക്ഷേ ഞാൻ എടുത്തുകൊള്ളുന്നത് ദൈവം എപ്പോൾ എടുക്കുമെന്ന് ഏലീശായ്ക്ക് അറിയാവോ? ഏലിയാവിനറിയാവോ? അറിയത്തില്ല. അപ്പം ഞാൻ എടുത്തുകൊള്ളപ്പെടും മുമ്പേ, നീ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുമെങ്കിൽ നീ ചോദിച്ചത് നിനക്കിരിക്കും എന്ന് വെച്ചാൽ നീ അത്രയും കാലം, അത് ചിലപ്പോൾ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കാം. 1 മിനിറ്റാണ്, ഒരു മിനിറ്റ് അല്ലേ, അത് കുഴപ്പമില്ല. അത് 2 ഇരട്ടി പങ്ക് കിട്ടുമെങ്കിൽ 1 മിനിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, 10 മിനിറ്റ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 1 കൊല്ലം ആണെങ്കിലോ നോക്കട്ടെ. നമുക്ക് സഡൻലി കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എപ്പോഴെന്നറിയാത്തൊരു കാര്യം. തമ്പുരാൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നറിഞ്ഞെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ അഗ്രസീവായിരിക്കും. അത് ശരിയാണോ അല്ലയോ? നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നിന്റെ ജീവിതത്തിൽ ഞാനൊരു അത്ഭുതം ചെയ്യും. നമ്മൾ ഇന്ന് ഉറങ്ങത്തില്ല, നാളെ 3 മണി വരെ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. 3 മണി വരെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. കർത്താവ് 3 മണി 2:59 പറയുക, ചില തിരക്കുകൾ കാരണം ഞാൻ അടുത്ത ആഴ്ച നിന്റെ വിടുതൽ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ച പിന്നെ നമ്മൾ പ്രാർത്ഥിക്കില്ല. കാരണം നമുക്ക് പിണക്കവാ. കാരണം ദൈവം പറഞ്ഞ കാര്യം ചെയ്തില്ല. അതുകൊണ്ട് ഒരു ഉറപ്പുമില്ലാത്ത കർത്താവ് വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാനിതാ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. സമയം പറഞ്ഞില്ല, ആ സമയം ഭയങ്കരമായിട്ട് നമ്മൾ ആക്റ്റീവ്. നമ്മൾ ഉറങ്ങത്തുമില്ല, ഉണ്ണത്തുമില്ല, ഫാസ്റ്റിംഗ് ആയിരിക്കും. ഏലിയാവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നീ കാണുമെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞ് ഈ പുള്ളി നിൽക്കുവോ ഇല്ലെന്ന് അറിയണം ദൈവത്തിന്. പലതും നമ്മൾ പ്രാപിച്ചതിനെ കുറിച്ച് നമ്മൾ അവെയർ ആവുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ മറ്റെന്തോ പ്രാപിക്കാൻ വേണ്ടി ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നവരാ. എന്നാൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാലപാഠങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ മുൻപിലോട്ടുള്ള ക്ലാസ്സുകളെ നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും 1-ാം ക്ലാസ്സിലെ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ 5-ാം ക്ലാസ്സിലെ കുഞ്ഞിനെ പഠിപ്പിക്കത്തില്ല. കാരണം 5-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് ഇവൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ തറവായിട്ട് പഠിച്ചിട്ട് വന്നതുകൊണ്ട് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുഞ്ഞിനെ പോലെ അല്ല, 5-ാം ക്ലാസ്സിലുള്ള ഒരു പക്വതയുള്ളൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെയാണ് അവർ പഠിപ്പിക്കുന്നത്. പറഞ്ഞവർ പഠിപ്പിക്കത്തില്ല. അവർ കൂട്ടി വായിച്ചും എഴുതിയിട്ടും പോവും. അത് നമ്മൾ 4 വരെ പഠിച്ചത് നമ്മളതിൽ തറവാണെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ കാര്യവും. ഏലിയാവ് കണ്ടുമുട്ടിയത് പാടത്ത് വെച്ചാണ്. അവിടെ വെച്ച് കണ്ടത്തിൽ വെച്ച് കണ്ടുമുട്ടി, പുതപ്പിട്ടു, പുറകെ വന്നു. അതുവരെ അവൻ വിശ്വസ്തനാണ്. ഇനി അറിയേണ്ടത്, ചോദിച്ചത് ഏറ്റവും ഉന്നതമാകുന്ന കാര്യം, ഉന്നതമാകുന്ന ഡബിൾ പോർഷനാണ് ചോദിച്ചത്. അത് പകരണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഓടി വന്നവന് കൊടുക്കാൻ പറ്റുന്നതല്ല, അത് നിൽക്കുന്നവന് കൊടുക്കാൻ പറ്റുന്നതാണ്. വെറുതെ ഓടി വന്നവന് കൊടുക്കാൻ പറ്റുന്നതല്ല, നിൽക്കുന്നവൻ്റെ മേൽ പകരാൻ പറ്റുന്നതാ. ദൈവാത്മാവിൽ ഞാൻ ആരോടൊക്കെയോ പറയുന്നു, ഓടി വന്ന് നമുക്കൊന്നും പ്രാപിക്കാനൊക്കത്തില്ല. നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. പ്രയറുമായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടാകണം. കൂട്ടായ്മയായിട്ട് കണ്ടിന്യൂറ്റി, പ്രവൃത്തിയിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകണം. ഞാൻ അതാ നേരത്തെ ചോദിച്ചു, നമ്മൾ ദൈവവുമായിട്ട് എടുത്ത ചില ഉടമ്പടികൾ, തീരുമാനങ്ങൾ, ദൈവം കേൾക്കെ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് എടുത്ത ചില തീരുമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അപ്പോൾ ആത്മാവിന് ഇരട്ടി പങ്ക് ചോദിച്ചത് താൻ പ്രാപിച്ചതിനെ ആക്കാനാണ്. അതിനുശേഷം ആ മനുഷ്യൻ, ഇന്ന് എനിക്ക് പറയാനുള്ള സമയമില്ല, അതിനുശേഷം പിന്നെ ആ മനുഷ്യൻ ചെയ്ത അത്ഭുതങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ അത്രത്തോളം എങ്ങോട്ട് ഏലിയാവ് പോവോ പുറകെ ഏലീശയുണ്ട്. എടാ നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞാലും നിൽക്കാതെ ഏലിയാവിൻ്റെ കൂടെ നടന്ന ഒരു സ്പിരിച്വൽ കണക്ഷൻ ഏലിയാവുമായിട്ട് കാത്തു സൂക്ഷിച്ചു. എനിക്ക് ഏലിയാവുമായിട്ട് ഏലീശയായിട്ടും അല്ല കണക്ഷൻ, എനിക്ക് ക്രിസ്തുവുമായിട്ടാണ് കണക്ഷൻ.
കർത്താവിൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യനെ കർത്താവ് ഏതു നിലവാരത്തിലും യൂസ് ചെയ്യും. ഏലിയാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടെ നടന്ന് പ്രാപിച്ചതാണ്. യോഗ്യതകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഏലീശായിക്ക് കാണാനൊക്കത്തില്ല. പക്ഷേ ഇവിടെയൊക്കെയോ ചില ദൃഢനിശ്ചയമുള്ള ഒരു മനോഭാവം, ബാലിന് മുട്ടുമടക്കാത്തൊരു മനോഭാവം, ബാലിൻ്റെ ദൈവങ്ങളെ ചുംബിക്കാത്ത ഒരു അധരം ഏലീശായിക്കുണ്ടായിരുന്നു. ഒരു ബോധ്യം ഏലീശായിക്കുണ്ടായിരുന്നു. കാരണം പ്രാപിച്ച പുതപ്പിനെ നിർത്തണമെങ്കിൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം ഏലീശായിക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ദൈവാത്മാവിൽ ഞാൻ ഇത്രയും സംസാരിച്ച് ഇവിടെ നിർത്തുകയാണ്. കാരണം നമുക്ക് ഇനിയും ശുശ്രൂഷകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പ്രാപിച്ച ഒരു ദൈവകൃപ, നമ്മൾ അത്രയായി ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ മേൽ ദൈവ അഭിഷേകം പകരും. ഇന്ന് നിങ്ങൾക്കുള്ള അഭിഷേകത്തിൻ്റെ 1000 ഇരട്ടി പകരും. ഇന്ന് എനിക്കുള്ള അഭിഷേകത്തിൻ്റെ 1000 ഇരട്ടി 10,000 ഇരട്ടി കർത്താവ് പകരും. പക്ഷേ നിലവിൽ ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നതിനെ ഞാൻ വില കൊടുക്കണം. അത് നിലനിർത്താൻ വില കൊടുക്കണം. അത് നിലനിർത്താൻ ഞാൻ പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും, പലതും വേണമെന്ന് വെക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങൾ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നമ്മുടെ മേൽ നിലനിർത്താൻ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. സോ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ ആരംഭിച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? നമ്മൾ ആരംഭിച്ച ചില കാര്യങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ദൈവവുമായിട്ട് എടുത്ത ചില തീരുമാനങ്ങൾ, ദൈവത്തിന് എന്നവണ്ണം നമ്മൾ തുടങ്ങി വെച്ചത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് പ്രാർത്ഥനയാകാം, ഫാസ്റ്റിംഗ് ആയിരിക്കാം, സന്ദർശനങ്ങളായിരിക്കാം, അത് പല തരത്തിലുള്ള ദൈവവേലയായിരിക്കാം. പല കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ അതിനേക്കാൾ വലുതെന്തോ എക്സ്പെക്റ്റ് ചെയ്തിട്ട്, മറ്റെന്തൊക്കെയോ നടക്കുമെന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത് നടക്കാത്തതിൻ്റെ ഒരു നിരാശ, അത് നമ്മളെ ഭരിക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഫാമിലിയിൽ ആർക്കും കൊടുക്കാത്ത ഒരു ഇൻവിറ്റേഷൻ, നമ്മുടെ ഫാമിലിയിൽ ആർക്കും കൊടുക്കാത്ത ഒരു ഇൻവിറ്റേഷൻ, ഒരു പോസ്റ്റ്മാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരയിൽ വന്ന് നിന്നുകൊണ്ട് കണ്ടത്തിൽ നിൽക്കുന്ന വ്യക്തിയോട് തനിക്കൊരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്, തനിക്കൊരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ആ ചെളിയിൽ നിന്ന് വലിച്ചു കയറ്റി കരയിൽ വന്ന് കൊടുത്ത് സൈൻ ചെയ്ത് മേടിക്കുന്നത് പോലെ തരാതെ, ഞാൻ നിന്ന ചെളിയിൽ, ഞാൻ നിന്ന പാപജീവിതത്തിൽ, ഞാൻ നിന്ന തകർച്ചയിൽ, ആരും ഒരു നോക്കുപോലും വന്ന് കാണാനില്ലാത്ത സന്ദർഭങ്ങളിൽ, എൻ്റെ ഉറക്കത്തിൽ, എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വ്യസനവേളകളിൽ, ഞാനായിരുന്ന പൊടിയിൽ, ഞാനായിരുന്ന മാലിന്യത്തിൽ, ഞാനായിരുന്ന ശവകൂമ്പാരങ്ങളിൽ ഇറങ്ങി വന്നൊരു ഇൻവിറ്റേഷൻ, ഒരു കോളിംഗ്, എനിക്കും നിങ്ങൾക്കും തന്ന ദൈവവുമായിട്ടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റിലൂടെ എൻ്റെ മേൽ തമ്പുരാൻ പകർന്ന ആദ്യത്തെ പകർച്ചയെ ഞാൻ വിലമതിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഞാൻ വിലമതിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? വിലമതിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർത്തെടുക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. അതിനെ പൊടിതട്ടി എടുത്തേ പറ്റു പാസ്റ്റർ എന്ന് പറയുന്ന ആരോ ഇതിനകത്തുണ്ട്. അതെ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. സ്വാർത്ഥത വെടിഞ്ഞ ജീവിതമുള്ള ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ദൈവവുമായിട്ട് ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്നൊരു ദൈവിക അഭിഷേകം വെളിപ്പെടാൻ പോവുകയാണ്. അസാധാരണമാകുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നെ വളർത്തുന്ന ഒരു ദൈവശക്തി, നിന്നെ വളർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്നെ പണിയുന്ന ഒരു ദൈവശക്തി, പണിയുന്ന ഒരു ദൈവ സാന്നിധ്യം വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ മാറ്റിവെച്ച ആരൊക്കെയോ ഇതിനകത്തുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന് പറ്റാത്തതുപോലെ ഇപ്പോൾ അതിന് പറ്റാത്തതുപോലെ ജീവിതം വഴിമുട്ടിയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആരോ, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ആരോ ഇതിനകത്തുണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എങ്ങനെയാണോ ദൈവം നിങ്ങൾക്ക് ബോധ്യം തരുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, ആ രീതിയിൽ ദൈവത്തോട് പറയാം, അപ്പാ ഞാൻ തുടങ്ങി വെച്ച പലതും ഞാൻ ബ്ലോക്ക് ചെയ്തു. ആമേൻ, തുടങ്ങി വെച്ച പലതും ഞാൻ ബ്ലോക്ക് ചെയ്തു, തുടങ്ങി വെച്ച പലതും ബ്ലോക്ക് ചെയ്തു. ആമേൻ, എന്നാൽ ഞാൻ അത് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുക, ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുക. ഞാൻ എന്തൊക്കെയോ ലോക്ക് ചെയ്ത് കർത്താവേ, ഞാൻ എന്തൊക്കെയോ ബ്ലോക്ക് ചെയ്ത് കർത്താവേ, ഞാൻ
ആർക്കൊക്കെയോ ബ്ലോക്ക് ചെയ്തു, ഞാൻ ആരുടെയൊക്കെയോ ബ്ലോക്ക് ചെയ്തു, ഞാൻ ആരെയൊക്കെയോ ബ്ലോക്ക് ചെയ്തു. അത് ബന്ധങ്ങളായിരിക്കാം, അത് പലതും പലതും പലതുമായിരിക്കാം കുഞ്ഞെ. പക്ഷെ ദൈവം നിനക്കുള്ളത് ബ്ലോക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ദൈവം നമുക്ക് തരാനുള്ളത് ബ്ലോക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ദൈവം നമുക്കുള്ളത് മറ്റൊരു വ്യക്തിക്ക് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? യേശുവിന്റെ നാമത്തിൽ അത് ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിക്കുക. എന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സക്കാരനാണെങ്കിൽ, എന്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സക്കാരനാണെങ്കിൽ ഇന്ന് പകൽ അത് മാറട്ടെ, ഇന്ന് രാത്രിയിൽ അത് മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കമാൺ, യേശുവിന്റെ നാമത്തിൽ. ആരുടെയൊക്കെ മേൽ പുതപ്പ് കിടപ്പുണ്ട്, ആരുടെയൊക്കെ മേൽ പുതപ്പ് കിടപ്പുണ്ട്. അസാധാരണമായ വിളിയുടെ ഒരു പുതപ്പ്, അസാധാരണമായ ശുശ്രൂഷയുടെ ഒരു പുതപ്പ്, ആഴമേറിയ ഇരട്ടി പങ്കിന്റെ ഒരു അഭിഷേകത്തിന്റെ കണ്ടെയ്നറുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആരൊക്കെയോ റിസീവ് ചെയ്യാൻ കണക്കിന്, ഏതൊക്കെയോ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യാൻ കണക്കിന് ഇതിനകത്ത് ഒരുങ്ങി നിപ്പുണ്ട്. എന്തൊക്കെയോ ചപ്പും ചവറും നിറച്ചിരുന്ന ചില കണ്ടെയ്നറുകളെ ദൈവാത്മാവി വചന ശുശ്രൂഷയിലൂടെ ശുദ്ധീകരിച്ച് ശൂന്യമായി നിർത്തിയിരിക്കുന്നു. ആ ശൂന്യമാകുന്ന ചില കണ്ടെയ്നറുകളിലേക്ക് ദൈവത്തിന്റെ ശക്തി ലോഡ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആരുടെയോ മേൽ ആ ദൈവശക്തി റിലീസ് ആകുന്നു. ആരോ റിസീവ് ചെയ്യുന്നു, അവന്റെ ശുശ്രൂഷകൾ പുറത്തു വരും. ആരോ റിസീവ് ചെയ്യുന്നു, അവന്റെ കൃപകൾ പുറത്തു വരും. ആരോ ഈ ദൈവശക്തി ലോഡ് ചെയ്യുന്നു, അവന്റെ വായിൽ നിന്ന് അവൻ ആശ്ചര്യമാകുന്ന വാക്കുകൾ പുറത്തു വരും. അവന്റെ വായിൽ നിന്ന് പുതുഭാഷകൾ പുറത്തു വരും. ദൈവശക്തി ലോഡ് ചെയ്യുന്ന ആരോ ഇതിനകത്തുണ്ട്. അവരുടെ വായിൽ നിന്ന് ആശ്ചര്യകരമാകുന്ന സ്വർഗീയ ഭാഷകൾ. അത് എനിക്കാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അത് എനിക്കാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? കമാൺ, അത് റിസീവ് ചെയ്യാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യുക, ശുശ്രൂഷകൾ അൺലോക്ക് ചെയ്യുക, പ്രാർത്ഥന അൺലോക്ക് ചെയ്യുക, തോട്ട് അൺലോക്ക് ചെയ്യുക, മൈൻഡ് അൺലോക്ക് ചെയ്യുക, സോൾ അൺലോക്ക് ചെയ്യുക, ലൈഫ് അൺലോക്ക് ചെയ്യുക. പുതുഭാഷകൾ അധരത്തിൽ വരട്ടെ, പുതുശക്തി ജീവിതത്തിൽ വരട്ടെ, പുതുബല ജീവിതത്തിൽ വരട്ടെ, പുതിയ ബന്ധം ജീവിതത്തിൽ വരട്ടെ, ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം. Come on, the fire of the Holy Ghost. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ 10 വർഷത്തെ നിനക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്ക്. 10 വർഷത്തിൽ നിന്ന് ഈ വർഷത്തിൽ നീ എത്തി നിൽക്കുമ്പോ തമ്പുരാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. നീ പാർത്തിരുന്ന ആദ്യത്തെ വീട് നീ ഓർത്തു നോക്ക്, അന്നത്തെ ജീവിത രീതി ഓർത്തു നോക്ക്, അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു ഓർത്തു നോക്ക്. എന്നാൽ ഇന്ന് നിൽക്കുന്ന അവസ്ഥ നീ ഒന്ന് ഓർത്തെടുക്ക്. ദൈവം നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. 5 വർഷം മുൻപ് നിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു ഓർത്തു നോക്ക്, ദൈവബന്ധം എന്തായിരുന്നു ഓർത്തു നോക്ക്, വളർച്ചയ്ക്ക് എന്താണെന്ന് ഓർത്തു നോക്ക്. എന്നാൽ ഇന്ന് നീ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ച് ഓർത്തുകൊള്ളുക. ദൈവം നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്യുന്ന ഒരു അഭിഷേകവും എന്റെ മേലുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. അതിനെ തരണം ചെയ്യുന്ന ഒരു അഭിഷേകം. തിരിച്ച് ഡബിൾ പോർഷൻ വാങ്ങിപ്പോയ ഏലീശായുടെ മുമ്പിൽ മരണമൊഴുകുന്ന യോർദാനാ നിന്നത്. അങ്ങോട്ട് പോയപ്പോ യജമാനൻ കൂടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോ ഒറ്റയ്ക്കാ. തൻ വിശ്വാസത്താൽ ഏലീശായുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച യോർദാനെ പിരിക്കാൻ തക്കവണ്ണമുള്ളൊരു പുതപ്പും കൊടുത്ത തന്റെ യജമാനൻ, തന്റെ ദൈവം തന്നെ മടക്കി വിട്ടത്. തന്റെ മുമ്പിൽ യോർദാൻ ഉണ്ടെന്ന് മുന്നമേ അറിഞ്ഞിട്ടാ ദൈവം പുതപ്പ് കൈ കൊടുത്തത്. തിരിച്ചറിയ, ദൈവം ഒരു അഭിഷേകം നിന്റെ മേൽ ഇട്ടത് ചില പ്രശ്നങ്ങൾ നിനക്ക് മുറിച്ചു കടക്കാനുണ്ടെന്ന് അറിയാന്നുള്ളതുകൊണ്ട്. അതൊന്നും ദൈവം നമ്മൾ ചോദിച്ചിട്ടല്ല തമ്പുരാൻ തന്നേ. ദൈവത്തിന് നമ്മെ വ്യക്തമായി അറിയാം. പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. അപ്പാ, ചിലതിനെ മുറിച്ചു കടക്കാനുള്ളൊരു അഭിഷേകം വേണമെന്ന് പറയുക. ചിലതിനെയൊക്കെ ജയിക്കാനുള്ളൊരു അഭിഷേകം വേണം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവ സാന്നിധ്യത്തെ, ഈ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ പ്രാണനിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആ ദൈവ സാന്നിധ്യം. എല്ലാ മരണത്തിന്റെ കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ പരാജയങ്ങളും പൊട്ടട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ ആകുലതകൾ മാറട്ടെ. വലിയ വിടുതൽ വെളിപ്പെടട്ടെ. പങ്കെടുത്ത ഓരോ ജനത്തെയും ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ എല്ലാ മേഖലയും ഒരു അനുഗ്രഹവും ആശ്ചര്യവുമായിരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ദിവസവും രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ്
ഈ ചാനലിൽ അവൈലബിൾ ആണ്. ഈവനിങ് 6:30 നിങ്ങൾക്ക് ഈവനിങ് സർവീസ് അവൈലബിൾ ആണ്. ദിവസവും 2 നേരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ഈ നമ്പറിൽ എഴുതി അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി.